താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമേത്? വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമെന്ന് പറയുന്നത് ബെറിബെറിയാണ്. കാരണം ബെറിബെറി ഒരു ഡെഫിഷ്യൻസി രോഗമാണ്. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാക്സിനേഷൻ മൂലം തടയാൻ പറ്റും. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ V. നാരായണനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60ാമത്തെ വാർഷികമായിരുന്നു. മതിലുകളിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരെന്താണ്? ബഷീർ എന്നും നാരായണി എന്നുമായിരുന്നു പേര്. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ ആർദ്രത അളക്കാൻ വേണ്ടി, ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. മറ്റ് ഓപ്ഷൻസ് നോക്കാം. ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവകങ്ങളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് വേവുകളാണ് രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം വർക്ക് എത്രയാണോ ചെയ്തത് അത് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ പവർ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. വർക്ക് കണ്ടുപിടിക്കാൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് എത്ര ഫോഴ്സാണോ പ്രയോഗിച്ചത് അത് ഇൻറ്റു എത്ര ദൂരമാണോ പോയത്. അപ്പോൾ 10 × 4 40 ജൂൾ എന്ന് കിട്ടും നമ്മൾ ചെയ്ത വർക്ക്. ഇൻക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് 40 ജൂൾ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈമാണ്. വർക്ക് ഡൺ 40 ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ആണ് ആൻസർ വരുന്നത്. 8 വാട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അറ്റോമിക് നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ജെർമേനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സെലിനിയം, റുബീഡിയം. ഇവിടെ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ ലൊക്കേഷനൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു തന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യം വരാൻ സാധ്യതയുള്ളത് ഗ്രൂപ്പ് 1 ഏറ്റവും താഴെ കിടക്കുന്ന റുബീഡിയം ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. റുബീഡിയം വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഇതിൽ സെലിനിയം ഒരു നോൺ മെറ്റൽ ആണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഗ്രൂപ്പ് 1 റുബീഡിയം വരുന്നു, പിന്നെ പൊട്ടാസ്യം വരുന്നു, പിന്നെ ഗ്രൂപ്പ് 2 മഗ്നീഷ്യം വരുന്നു, ഗ്രൂപ്പ് 14 ജെർമേനിയം വരുന്നു, പിന്നെ സെലിനിയം വരുന്നു. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും തമ്മിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആസിഡ് H+ ധാതാവും ബേസ് H+ സ്വീകർത്താവുമാണെന്നാണ് ലൗറി ബ്രോൺസ്റ്റഡിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ആസിഡിനെയും ബേസിനെയും പറഞ്ഞിരിക്കുന്നത്. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് ജലത്തിൻ്റെ തിളനില കൂടുന്നു. അങ്ങനെ സംഭവിക്കും. ജലത്തിൻ്റെ തിളനില കൂടും. അതേപോലെ തന്നെ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലായിരിക്കും. ഇത് രണ്ടുമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1 and 3. ലോകത്താദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനിയാണ്. സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം. ഇന്ത്യയിലെ ആദ്യ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദിലാണ്. ഡോക്ടർ റെഡ്ഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്താണത് ഉണ്ടായേക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിക്കൽ ടെക്നോളജിയും ഹൈദരാബാദിലാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ആനോ ഗരിസപ്പ അരുവി അഥവാ ജലയാത്ര, ആരോഹണം ഹിമാലയം. ഈ 3 കൃതികൾക്കാണ്
2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആനോ എന്ന് പറയുന്നത് GR ഇന്ദുഗോപൻ്റേതാണ്. മികച്ച നോവലിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ഷിനിലാലിൻ്റേതാണ്. ചെറുകഥയ്ക്കുള്ള പുരസ്കാരമാണ്, മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരമാണ് കിട്ടിയത്. ആരോഹണം ഹിമാലയത്തിന് മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരമാണ് കിട്ടിയത്. KR അജയൻ്റേതാണ്. മുഴക്കം PF മാത്യൂസിൻ്റേതാണ്. പക്ഷേ അത് ഈ പുരസ്കാരം ലഭിച്ച കൃതികളിൽ ഉൾപ്പെടുന്നില്ല. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം. പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത് ശ്രീജേഷ് PR-നാണ്. പിന്നെ ഓപ്ഷൻസിൽ IM വിജയൻ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീയാണ് ലഭിച്ചത്. മറ്റ് 2 ഓപ്ഷൻസിലുള്ള ആളുകൾക്കും പത്മ പുരസ്കാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും? ഇവിടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ 2 ഇടങ്ങഴിയിലെ കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. ഏണിപ്പടികൾ അദ്ദേഹത്തിൻ്റെ തന്നെ കൃതിയാണ്. അതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് കേശവപിള്ള എന്നാണ്. കയറിനകത്ത് കൊടുന്തറ മുത്തശ്ശൻ, കൊറ്റേത്ത് വലിയച്ഛൻ, ശീരാട്ട കൈമൾ എന്നീ കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അനുഭവങ്ങൾ പാളിച്ചകൾ അതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ചെല്ലപ്പൻ, ഭവാനി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളുടെ പേര്. ചേരുംപടി ചേർക്കുക. ഇവിടെ ചേരുംപടി ചേർക്കുമ്പോൾ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഉപകരണം മിഴാവാണ്. തോൽപ്പാവക്കൂത്തുമായിട്ട് ബന്ധപ്പെട്ടത് എഴുപറയാണ്. പടയണിയുമായിട്ട് ബന്ധപ്പെട്ടത് തപ്പാണ്. അതുപോലെ കുമ്മാട്ടിക്കളിയുമായിട്ട് ബന്ധപ്പെട്ടത് ഓണവില്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് അമൻ സെഹ്റാവത്താണ്. അമൻ സെഹ്റാവത്ത് 21 വയസ്സുള്ളപ്പോഴാണ് ഒളിമ്പിക് മെഡൽ കിട്ടിയത്. ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ് വരുന്ന കായിക ഇനം. മറ്റ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹർമൻപ്രീത് സിംഗ് ഹോക്കിയും, നീരജ് ചോപ്ര ജാവലിൻ ത്രോയാണ്, മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്. വന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകൾ. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ കുമാരനാശാൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ നളിനി എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. സമാനമായ മറ്റ് ഒരു വരികളാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനു സുഖമായി വരണം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. മച്ചാട്ടു മാമാങ്കം നടക്കുന്നത് മലപ്പുറം ജില്ലയിലല്ല, തൃശ്ശൂരിലാണ്. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? ഇവിടെ കണക്ടറായിട്ട് വരുന്നത് RJ45 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇവിടെ RJ45 എന്ന് പറഞ്ഞ കണക്ടർ എഥർനെറ്റ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ RJ11 എന്ന് പറയുന്നത് അനലോഗ് ടെലിഫോണും ഫാക്സും ഒക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ BNC എന്ന് പറയുന്നത് കേബിൾ കണക്ടറാണ്. ST കണക്ടർ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഫയൽസിലയാണ്. ഈ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഫിഷും അഡോബ് ഡ്രീം വീവറും ഇത് രണ്ടും വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. വെബ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് വെബ് ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഫയൽസില ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്നില്ല, ഫയൽ ട്രാൻസ്ഫറിനാണ് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണ ശേഷിയുടെ ആരോഹണ ക്രമത്തിൽ കുറഞ്ഞ ശേഷിയിൽ നിന്ന് കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. രജിസ്റ്റർ, ക്യാഷെ, റാം, ഹാർഡ് ഡിസ്ക്. ഇവിടെ എന്താണ്? ആരോഹണ ക്രമത്തിലാണ് ഏറ്റവും കുറഞ്ഞത് തൊട്ട് കൂടിയത് വരെ. രജിസ്റ്റർ, ക്യാഷെ, റാം, ഹാർഡ് ഡിസ്ക്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI പരിശീലനം നൽകിയത്. എന്നാണ് ഫുൾ ഫോം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്കിനായിരുന്നു. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രമായിരുന്നത്.
ഇപ്പോൾ പ്രഖ്യാപിച്ചത് 72ാമതാണ്. ഇപ്പോൾ ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഘടന. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരുമാണ് ഉള്ളത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഗവർണറാണ് നിയമിക്കുന്നത്. ഇതിനുള്ള ശുപാർശ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയും ലോക്സഭ ഓപ്പോസിഷൻ ലീഡറും മുഖ്യമന്ത്രിയും നിയമസഭ ഓപ്പോസിഷൻ ലീഡറും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ് ഇതിൻ്റെ ശുപാർശ കമ്മിറ്റിയിലുള്ളത്. ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? അത് ലിംഗനിരപേക്ഷമായ നിയമമാണ്. കാരണം ജെൻഡർ ന്യൂട്രൽ ആണ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ബാധകമാണ്. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. പോക്സോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം 1 വർഷമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ മൊഴി എടുക്കണം എന്നുണ്ട്. NHRC അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് സെഷൻസ് കോടതിയിലാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമാണ്. 2005 ഈ ആക്ട് വരുന്നത്. ആരാണ് ഈ ആക്ടിൽ ഒപ്പിടുന്നത്? അബ്ദുൽ കലാമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ജൂറിസ്ഡിക്ഷൻ ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികൾക്കാണ്? 50 ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്കാണ് ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാവുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്? ഓപ്ഷൻ എ സാഡ് ആണ് അഡ്ജക്റ്റീവ്. ചേഞ്ച് ദ സെൻറ്റൻസ് ഐ നോ ഹിം ഇൻ ടു പാസീവ് വോയിസ്. ഹീ ഈസ് known to me. He climbed dash highest mountain in the region. He climbed the highest mountain in the region. Which sentence uses a gerund correctly? Here the answer is option D. He suggested going for a walk. He had hardly finished his meal dash. He had hardly finished his meal. Had he. The antonym of melancholy. The antonym of melancholy is joy. Choose the appropriate collective noun. The dash of judges took a unanimous decision. Here the answer is option D. The bench of judges took a unanimous decision. Identify the correctly spelled word. Here the correctly spelled word is option C. Reference. One who is new to a profession or activity. One who is new to a profession or activity is called a novice. What does the idiom let the cat out of the bag mean? Let the cat out of the bag mean to reveal a secret carelessly. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ബന്ധുരമാണ്. ചന്ദ്രഹാസമിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഇവിടെ ശരിയായ പദം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അത്യാധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം ഊപ്പാട്, ഓപ്ഷൻ ബി. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പൂജക ബഹുവചനം. ഘാടം എന്ന പദത്തിൻ്റെ വിപരീത പദം ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത് പ്ലസ് ആകാശം. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം സ്നുഷ. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം.